the Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. പാകിസ്ഥാനെതിരെ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന സന്ദേശം അസന്നിഗ്ധമായി നൽകുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കണമെന്നും സിന്ധു മേഖല മരുഭൂമിയായി മാറുകയാണെന്നും അഭ്യർത്ഥിച്ച് ഇന്നലെയാണ് പാകിസ്ഥാൻ കത്തെഴുതിയത്. അതേസമയം ചർച്ചകൾക്ക് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് മാത്രമെന്ന നിലപാടിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറകോട്ടില്ല രാജ്യം. മൂന്നാം രാജ്യത്തിൻ്റെ വെടിനിർത്തലിലെ ഇടപെടലിലെ വിദേശകാര്യമന്ത്രി പൂർണ്ണമായും തള്ളുന്നു. ഒപ്പം പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കും അസർബൈജാനും ഇന്ത്യൻ കരുത്തിൻ്റെ തിരിച്ചടി അനുഭവിച്ചു തുടങ്ങി കഴിഞ്ഞു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കലാപത്തിലൊരുങ്ങി നിൽക്കുന്ന ബലൂചിസ്ഥാൻ പുനർനിർമ്മാണം അത്ര എളുപ്പമല്ലാത്ത വിധം തകർക്കപ്പെട്ട 20% സൈനിക ശേഷി, സിന്ധു നദീജല കരാറിൻ്റെ മരവിപ്പിക്കലോടെ മരുഭൂമിയാകാനൊരുങ്ങുന്ന കാർഷിക മേഖല, ദ്വിമുഖ തന്ത്രത്തിലൂടെ പാകിസ്ഥാനെ അടിച്ച് നിലംപരിശാക്കാൻ നമുക്കായെന്ന് ലോകരാജ്യങ്ങൾ തന്നെ സമ്മതിക്കുന്നു. പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന രാജ്യത്തിന് ഇനി എന്ത് രക്ഷ? ഈ വിഷയമാണ് പ്രത്യേക ചർച്ച സംഘടിപ്പിക്കുന്നത്. MS വേണുഗോപാൽ വിദേശകാര്യ നിരീക്ഷകൻ, കേണൽ ഡിന്നി വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ നിർമ്മൽ എബ്രഹാം വിദേശകാര്യ നിരീക്ഷകൻ, ഒപ്പം ശ്രീ ബൈജു തെട്ടാല കേംബ്രിഡ്ജ് മേയർ എന്നിവർ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇന്ന് അല്പം മുമ്പാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയും അസന്നിഗ്ധമായി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് മൂന്നാം രാജ്യത്തിൻ്റെ ഇടപെടലില്ല, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇന്നലെ അയച്ച കത്ത് അതേറെ ദയനീയമായൊരു കത്തായിരുന്നു പാകിസ്ഥാൻ്റെ. ഞങ്ങൾ മരുഭൂമിയാകാൻ പോവുകയാണ്, പുനഃപരിശോധിക്കണം. പക്ഷേ തീവ്രവാദം മാത്രമെന്ന കാര്യത്തിൽ ഒരു തുള്ളി പോലും, ഒരു അല്പം പോലും പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. എത്ര സ്റ്റേണായ നിലപാടാണത്? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി ശ്രീ ജയശങ്കർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ത്യ ഡോണ്ട് വാണ്ട് എനി പ്രീച്ചേഴ്സ്, വി വാണ്ട് ഓൺലി പാർട്ട്നേഴ്സ്. നമുക്ക് പാർട്ട്നേഴ്സ് മാത്രം മതി, നിങ്ങൾക്കും എനിക്കും ഗുണകരമാകുന്ന കരാറുകൾ ഉണ്ടാക്കുന്നവർ, രണ്ട് രാജ്യത്തിനും പ്രയോജനകരമായി നിൽക്കുന്നവർ മാത്രം മതി നമുക്ക്. അല്ലാതെ നമ്മളെ ഉപദേശിക്കുവാനോ ആജ്ഞാപിക്കുവാനോ അല്ലെങ്കിൽ നല്ല വാക്ക് പറയാനോ ഒന്നും വരുന്നവരല്ല നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നത്. നമ്മളുമായി കറക്റ്റായിട്ട് ട്രേഡ് ബന്ധമായാലും അല്ലെങ്കിൽ സൗഹൃദ ബന്ധമായാലും പരസ്പരം പാർട്ട്ണർമാരെ പോലെ പെരുമാറണം. ഇത് അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ തന്നെ യൂറോപ്യൻ നേഷൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇത് അമേരിക്കയ്ക്കും കൂടെയുള്ള ഒരു താക്കീത് പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു, ആണവായുധം വെച്ച് ഞങ്ങളെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണ്ട. അതും അമേരിക്കയ്ക്കുള്ളൊരു സന്ദേശമാണ്. അതുപോലെ തന്നെ ട്രംപ് പല കാര്യങ്ങളായി ഇപ്പോൾ ഇന്ത്യയെ ഒന്ന് കൊച്ചാക്കുന്ന വിധത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്നോ മറ്റോ ആണ് ആപ്പിളിൻ്റെ സിഇഒയുടെ അടുത്ത് അദ്ദേഹം ട്രംപ് പറയുകയുണ്ടായി, നിങ്ങൾ ഇന്ത്യയിൽ പോയി ആപ്പിളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, അത് അവർ ചെയ്തോളും, അവർക്കത് ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളും, നമ്മളെന്തിനാണ് അതിനൊക്കെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡിൽ പലവിധ വേരിയേഷൻസ് വരുന്നത്, പ്രത്യേകിച്ച് ഈ രണ്ടാം ടേമിലെ ട്രംപ് ഒരുപാട് മാറിയിരിക്കുന്നു. ആദ്യത്തെ ടേമിലെ ട്രംപിനേക്കാൾ വ്യത്യസ്തനായൊരു ട്രംപാണ് രണ്ടാം ടേമിൽ ഇന്ത്യയുമായി ഉള്ള ബന്ധത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം ഡോളറിൻ്റെ ഇടിവാണ്. ആ ഡോളറിന് ആഗോളതലത്തിലുണ്ടായിരിക്കുന്ന മാന്ദ്യമാണ്. അത് ശ്രീ ജയശങ്കർ അടക്കമുള്ളവർ ഈ ലോകത്തെ 25ഓളം രാഷ്ട്രങ്ങളിൽ നമ്മൾ തദ്ദേശീയ കറൻസി കൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു ആ രാജ്യത്തെ കറൻസിയുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ റുപ്പിയും അവരുടെ കറൻസിയുമായി ബന്ധപ്പെടുത്തി പരസ്പരം കച്ചവടം നടത്താനുള്ള, വിൽക്കൽ വാങ്ങൽ നടത്താനുള്ള ഒരു എഗ്രിമെൻറ്റ് 25ഓളം രാഷ്ട്രങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ചെറുതായൊന്നുമല്ല അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. കാരണം എല്ലാവരും സ്വർണം പോലെയാണ് ഡോളർ എപ്പോഴും ഓരോ രാജ്യത്തിൻ്റെയും പക്കൽ ഉണ്ടാവുക, അവരങ്ങനത്തെ ഒരു ഡെപ്പോസിറ്റ് സൂക്ഷിക്കുക ഒക്കെ പതിവുണ്ട്. കാരണം ഇത് വിറ്റ് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ കരാറിൽ അങ്ങനെ പലയിടത്തും 25ഓളം രാഷ്ട്രങ്ങൾ ഇടപെട്ടിരിക്കുന്നു, നമുക്ക് നമ്മുടെ കറൻസി വെച്ച് ട്രാൻസാക്ഷൻ നടത്താമെന്ന്. അതുപോലെ തന്നെ ബ്രിക് രാഷ്ട്രങ്ങൾ അവർ ഒരു പ്രത്യേക കറൻസി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ട്രംപിന് വളരെ ആശങ്കയുണ്ട്. അല്ല, ആഗോള സമാധാനത്തിൻ്റെ അപ്പോസ്തലനാകാൻ ശ്രമിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വളരെ കൃത്യമായി അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈ സമാധാന ശ്രമം എന്ന് പറയുന്നത് ഇതിനൊരു മറയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ മറയുണ്ട്. അദ്ദേഹം വളരെ ക്രൂരമായി
പിന്നെ പല കാര്യങ്ങളിലും നടപടിയെടുക്കുകയും അതേസമയം സമാധാനം നിലനിർത്താനാണ് എൻ്റെ എല്ലാ ശ്രമങ്ങളെന്നും പറയുകയും ചെയ്യുന്ന ശൈലി അദ്ദേഹം അയൽ രാഷ്ട്രങ്ങളോട് പോലും ചെയ്തുകൊണ്ടിരിക്കുകയും കാനഡയോട് കാണിച്ചുകൊണ്ടിരിക്കുകയും യൂറോപ്പിനെ മിക്ക രാഷ്ട്രങ്ങളോടും കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാരിഫ് ഹൈക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗാംബ്ലിംഗ് ഗെയിം പോലെയാണ് നടത്തിയത്. അദ്ദേഹം ലോകത്ത് നിന്നിരുന്ന ഒരു ക്രമം, ഒരു വ്യാപാര ക്രമത്തിനെ അദ്ദേഹം അട്ടിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുവഴി പല രാഷ്ട്രങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും അസംതൃപ്തി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും തമ്മിൽ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ചൈന വളരെ സ്റ്റേണായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ചൈനയുടെ കാര്യം വേണ്ട രീതിയിൽ നടന്നു. അവരുടെ ടാരിഫിൽ 110% താഴേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഇത് എല്ലാം കാണിക്കുന്നത് അമേരിക്ക ആയാലും യൂറോപ്പായാലും നമ്മൾ നേരെ ചൊവ്വേ നമ്മുടെ നട്ടല് നിവർത്തി നിന്നില്ലെങ്കിൽ അവർ നമ്മളെ ചൂഷണം ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യ ഇത്രയും നാൾ അത്തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത്തരം ചൂഷണത്തിന് ഇന്ത്യ തയ്യാറല്ല എന്ന് പറയുന്നതാണ് നമുക്ക് നേരെ പലരും വിരൽ ചൂണ്ടുന്നതും. നമ്മളെ ഇപ്പോൾ പാകിസ്ഥാനെ US വളരെ നിസ്സാരമായി കണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് പോലും ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് US ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. US പറയുന്നത് നമ്മളും പാകിസ്ഥാനും കൂടെ ഒരു ഡിന്നർ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ല എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അതൊരു മണ്ടത്തരം പറഞ്ഞു. 1000 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് ഒരു മണ്ടത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ഡിന്നറിന് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് ബന്ധം? 1000 വർഷമുള്ള പ്രശ്നം ഒരു ഡിന്നറിന് ഇരുന്നാൽ തീരുമോ? അപ്പം ഇന്ത്യയുടെ പ്രശ്നം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം, അതിൻ്റെ രൂക്ഷത, അത് എത്ര വർഷമായി ഇത് നടക്കുന്നു, അത് ഏത് വിഷയത്തിലാണ്, ഇതൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല. അദ്ദേഹം അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ശ്രീ ജയശങ്കറിൻ്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ശ്രീ ഡിന്നി, ഇവിടെ ജയശങ്കർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ട്രംപിൻ്റെ അവകാശവാദം. താൻ ഇടപെട്ടു, ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഇടപെട്ടു എന്ന് പറയും. ഇന്ന് ജയശങ്കർ പറയുകയാണ്, രണ്ട് കക്ഷികൾക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു കരാർ മാത്രം വന്നാൽ ആലോചിക്കാം, മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ല, അങ്ങനെ ഇടപെടൽ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ തർക്കവും ഞങ്ങളുടെ ചർച്ചയുമെല്ലാം ഭീകരവാദവുമായി ബന്ധപ്പെട്ടായിരിക്കും. പ്രധാനമന്ത്രി പറഞ്ഞ അതേപോലെ ആവർത്തിക്കുകയാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട മരവിപ്പിക്കലിൽ ഒരു തിരിഞ്ഞുനോട്ടമില്ല. കാരണം അവിടെയും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഇതുവരെ പല വിഷയങ്ങളിലും നടത്തിയ കോംപ്രമൈസ് അതിന് ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കുകയല്ലേ നമ്മുടെ കേന്ദ്രം? തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, ഐ തിങ്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരുന്ന അത് ചർച്ച ചെയ്തോന്നും എനിക്കറിയില്ല. ഈ ഡിബേറ്റിൽ ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഖത്തറിലാണല്ലോ ഇപ്പം അവിടെ. അപ്പൊ ഖത്തറിൽ അവിടെ ഒരു എയർബേസിൽ അദ്ദേഹം ഒരു സ്പീച്ച്, അവിടുത്തെ സോൾജേഴ്സ് ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം കൊടുക്കുന്നത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അതായത് ഞാൻ പറയുന്നില്ല ഞാനാണ് ചെയ്തതെന്ന്, പക്ഷെ ഞാൻ സഹായിച്ചു അതിന് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നത്തിന്. അപ്പൊ അദ്ദേഹം പറയാം, ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് എന്ന്. അതായത് അദ്ദേഹം ഒരിക്കൽ കൂടെ തിരിച്ച് നേരത്തെ പറഞ്ഞ് ഞാനാണ് സംസാരിച്ച് ഞാനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പൊ അത് ഇന്ന് ഒരു 2 മണിക്കൂർ മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനും പറയുന്നത് ഞാനാണ് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ സഹായിച്ചു. ഇവർ രണ്ടുപേരും ഈ യുദ്ധം രീതിയിലേക്ക് പോകുന്ന മിസൈലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് ഒന്ന്. അപ്പൊ ഇത് പറഞ്ഞു വന്നത്, നേരത്തെ ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നത്, ഇന്ന് എന്താണ് പറയുന്നത് എന്ന് ഒട്ടും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് ആദ്യത്തെ കാര്യം. കാരണം അതിന്റെ മുമ്പ് ഗാസയെ അവിടെ എല്ലാവരും ഒഴിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് റഷ്യ യുക്രൈൻ വാർ നിർത്തുമെന്ന് പറഞ്ഞു. അത് ഇതുവരെ നടന്നിട്ടില്ല. പുടിൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും കേൾക്കുന്ന രീതിയിൽ പോലും വരുന്നില്ല. സെലൻസ്കിയുടെ എങ്ങനെയാണ് വൈറ്റ് ഹൗസിന്റെ എക്സ്പീരിയൻസ് നമ്മളെല്ലാം കണ്ടതാണ്. സോ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതും വേറൊരു ലെവലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. സോ ബേസിക്കലി ഡൊണാൾഡ് ട്രംപ് ഐ തിങ്ക് ഒരു പഴയകാല രീതിയിൽ, അതായത് അമേരിക്ക പറയുന്ന എല്ലാ രീതിയിലേക്കും നടക്കും എന്നുള്ള ഒരു തോന്നലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രേഡ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിചാരം. ട്രേഡ് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് എല്ലാം കാണുന്നത്. ഇപ്പൊ തന്നെ സൗദി അറേബ്യ, ഖത്തർ, UAE 3 വിസിറ്റ് നടന്നു. ഖത്തറിന്റെ വിസിറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തത് ട്രേഡ് തന്നെയാണ്. സൗദി അറേബ്യയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. സോ ഡൊണാൾഡ് ട്രംപിന് ഈസ് ഒരു പ്യുവർ ബിസിനസ് മാൻ ആണ്. ഹീസ് നോട്ട് ഒരു സ്റ്റേറ്റ്സ്മെൻ ലൈക്കോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ വല്ല രീതിയിലുള്ള ധാരണയുള്ള ആളല്ല. അതുകൊണ്ടാണ്
1000 years ആയിട്ട് 1000 വർഷമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഈ പ്രശ്നം നടക്കുകയാണ്. അതിന്റെ എന്ത് ലോജിക്കാണെന്ന് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞല്ലോ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീരും, ഡിന്നറിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീരും എന്നൊക്കെ ഉള്ള ഒരു വാചകം. അപ്പൊ അവിടെയാണ് എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ കൃത്യമായിട്ടുള്ള ഡിപ്ലോമസി. ആൻഡ് ഭാരതത്തിന്റെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളതിനകത്ത് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ഒരു ലാക്ക് ഓഫ് ഡൗട്ടോ അങ്ങനെ ഒരു ഡൗട്ടിന്റെ ഒരു കാര്യമേ ഇല്ല. വി ഹാവ് ബീൻ കൺസിസ്റ്റന്റ്. നമ്മളെ പ്രയോറിറ്റി, നമ്മളെ നാഷണൽ ഇൻട്രസ്റ്റ് എന്താണ് അതിനെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ തന്നെ യു എസിന് എത്രമാത്രം പ്രഷർ ഉണ്ടായിരുന്നു റഷ്യ യുക്രൈൻ വാറിൽ. നമ്മൾ റഷ്യ ആയിട്ട് ഓയിലും മറ്റു കാര്യങ്ങളും എടുക്കരുത് എന്നിട്ട് നമ്മൾ കേട്ടോ? ഇല്ല. നമ്മളെ ക്ലിയർ ആയിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ സംബന്ധിച്ചുള്ള എന്റെ പ്രയോറിറ്റി എന്റെ സിറ്റിസൺസ് ആണ്. അവർക്ക് ലോവർ പ്രൈസിൽ എനിക്ക് ഓയിൽ വാങ്ങിച്ച് അവരുടെ ലൈഫ് ബെറ്റർ ആക്കുകയാണ് ഞാൻ അത് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതേ രീതി തന്നെയാണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം രണ്ട് പ്രശ്നമുള്ളൂ. ഫസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാൽ ഭീകരവാദമാണ്. ഭീകരവാദം എന്ന് നിർത്തുന്നോ സിന്ധു നദി കരാർ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. രണ്ടാമതായിട്ട് പാക് ഓക്യുപ്പൈഡ് കശ്മീർ അവർ എന്ന് വെക്കേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ ദർ ഇസ് നത്തിങ് എൽസ് ഫോർ ഡിസ്കഷൻ ഇന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഐ തിങ്ക് ഒരു അയോട്ട ഓഫ് ഡൗട്ട് ആരുടെയും മനസ്സിൽ എന്തെങ്കിലും ചെറിയ ഒരു സംശയം പോലും ഇല്ലാത്ത രീതിയിൽ അത് ക്ലാരിഫൈ ചെയ്തു തന്നെ പറയാം. സോ അണ്ടർലൈൻ വൺസ് അഗൈൻ ചെയ്യാണ് നമ്മളെ ഡിപ്ലോമസിയിൽ ഒരു എന്താ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് നമ്മൾ എപ്പോഴും റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ പല പ്രാവശ്യമായിട്ട് പല രീതിയിൽ ചില സമയത്ത് യു എസ് ഒക്കെ നമുക്ക് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലമല്ല ഇപ്പൊ എന്നുള്ളത് എനിക്ക് തോന്നുന്നു യു എസിനും അറിയാം, ഇന്ത്യക്കും അറിയാം. സോ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മളെ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കി തന്നെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. ശ്രീ ബൈജു തൃട്ടാല, നമുക്ക് ട്രംപിന് അറിയാം ഈ യഥാർത്ഥത്തിൽ പഹൽഗാമിൽ സംഭവിച്ച കാര്യങ്ങൾ, അതിൽ പാകിസ്ഥാന്റെ ഇടപെടൽ എന്താണെന്നും പിന്നീട് നടന്ന ചർച്ചകളൊക്കെ ഏത് തരത്തിലാണെന്നും ആരാണ് ആദ്യം ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തതെന്നും പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇന്ത്യയെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന കാര്യമൊക്കെ വളരെ വ്യക്തമായി അറിയാം. ഭീകരവാദത്തെ ആര് പ്രോത്സാഹിപ്പിക്കുന്നു, വളർത്തുന്നു, ഈ അവിടെ മരിച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അമേരിക്ക തലയ്ക്ക് വിലയിട്ട ഭീകരൻ പോലും ഉണ്ടായിരുന്നു, ആത്മീയ ആചാര്യൻ എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അവിടെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതൊക്കെ ഇത് വളരെ വ്യക്തമായി ലോകത്തിന് എവിഡൻ്റാണ് ആരാണ് ഇതിനെ പാലൂട്ടി വളർത്തുന്നതെന്നതൊക്കെ. പക്ഷേ എന്നിട്ടും ശക്തമായ നിലപാട് പാകിസ്ഥാനെതിരെ എടുക്കാൻ ട്രംപ് തയ്യാറാകുന്നില്ല. നമ്മളിപ്പോൾ വളരെ വ്യക്തമായി തന്നെ തുർക്കിക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ തുർക്കിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുർക്കിയാണല്ലോ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പാകിസ്ഥാനെ. അസർബൈജാനെതിരെ നമ്മൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ തുർക്കിക്ക് വീണ്ടും ആയുധങ്ങൾ കൊടുക്കുകയാണ്. $225 മില്യൺ മിസൈലുകൾ അടക്കമാണ് വിൽക്കുന്നത്. ഇങ്ങനെ ആഗോള ഭീകരവാദത്തെ പാലൂട്ടി വളർത്തി വന്ന ഒരു രാജ്യമെന്ന പേരുദോഷമുള്ള പാകിസ്ഥാനിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ പറയുന്ന പേരുദോഷമുള്ള രാജ്യം വീണ്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ്? ആഭ്യന്തര സുരക്ഷയാണ് പ്രധാനമെന്ന് ആവർത്തിക്കുന്ന ട്രംപ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇരട്ടത്താപ്പെടുക്കുന്നത്. രഞ്ജിത്ത്, ഈ ട്രംപ് എന്നുള്ള പൊളിറ്റീഷ്യൻ, ഐ ഡോണ്ട് തിങ്ക് ഈസ് എ പൊളിറ്റീഷ്യൻ, ഈസ് എ ബിസിനസ്മാൻ. ഈ ബിസിനസ്മാന്റെ പരാജയം അല്ലെങ്കിൽ അദ്ദേഹം ഷെയ്ക്കാണെന്നത് മനസ്സിലാക്കണമെങ്കിൽ ഓവൽ ഓഫീസിൽ ഈ സെലൻസ്കിയെ പോയിട്ട് ആർഗ്യൂ ചെയ്യോ ഷൗട്ട് ചെയ്യോ അത് എങ്ങനെ വേണ്ടോ എടുക്കുക, ദ വേ ഹി വാസ് റെസ്പോണ്ടിങ് ടു സെലൻസ്കി, ആ പ്രസ് കോൺഫറൻസും പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചപ്പോൾ അവിടെ ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ സെലൻസ്കിയും ട്രംപും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ, യു മൈറ്റ് ഹാവ് സീൻ ഇറ്റ്. ആ രണ്ട് ഫോട്ടോയും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് ഈ നമ്മുടെ യുക്രൈൻ കോൺഫ്ലിക്റ്റിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരാളെയാണ് എൻ്റെ റീഡിങ് അതാണ്. അതായത് ഓവൽ ഓഫീസിൽ ഹി വാസ് ലിറ്ററലി ഷൗട്ടിങ് അറ്റ് ഹിം. അതിനുശേഷം ഓക്കെ ഞാൻ തയ്യാറാണെന്ന് പറയുകയും അവർ ഒരു എഗ്രിമെന്റിന് തയ്യാറാവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പല കാര്യങ്ങൾ നടന്നു. ഈ പല കാര്യങ്ങൾ നടക്കുമ്പോഴും റഷ്യ അടുക്കുന്നില്ല. കാരണം ട്രംപ് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ബിസിനസ് സ്ട്രാറ്റജി, ഞാനതിനെ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ബിസിനസ് സ്ട്രാറ്റജി ഡിഡ് നോട്ട് വർക്ക്. റഷ്യ ഡിഡ്ന്റ് ബൈ ഇറ്റ്. മറ്റൊരു സംഭവം, ഈ കാനഡയിലെ എലക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവിടെ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ളത് ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു.
ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏതാണ്ട് 3 മാസം, ആ 3 മാസം നമ്മുടെ മാർക്കാനി വളരെ ശക്തമായി ട്രംപിന്റെ നിലപാടിനെതിരെ സ്റ്റാൻഡ് എടുത്തു. ഈ സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് മാത്രമാണ് മാർക്കാനി അവിടെ ജയിച്ചത്. അതായത് കൺസർവേറ്റീവ് ജയിക്കാമായിരുന്ന ഒരു സ്ഥലത്ത്, ഏതാണ്ട് ജയിക്കും എന്നുള്ള ഏതാണ്ട് ഉറപ്പിച്ചു വെച്ച സ്ഥലത്ത് ട്രംപിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മാർക്കാനി അവിടെ ജയിക്കുകയാണ്. പിന്നെ ഈ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഈ പ്രശ്നം കൃത്യമായും നെഗോഷിയേഷനിലൂടെ സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ എല്ലാം തന്നെ ഇതിനൊരു വലിയ വിക്ടറി ആയിട്ടാണ് കാണുന്നത്. ഞാൻ വിക്ടറി അല്ലെന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനെ ഇതുപോലെ പ്രൊവോക്കേറ്റീവായ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സോ വി വർ അറ്റാക്ഡ് ആൻഡ് വി റിറ്റാലിയേറ്റഡ്. ആ വിഷയം ഇഷ്യൂ റിസോൾവ് ആയി. ബാക്കിയുള്ള കാര്യങ്ങൾ ബയലാട്രൽ എഗ്രിമെന്റിലൂടെ തന്നെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ടർക്കിയിലെ പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അല്പം കൂടെ ഗൗരവമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. കാരണം സിറിയയിൽ ഈ നമ്മുടെ കുർദിഷ് ഫടന്മാർ ഏതാണ്ട് 40 വർഷമായിട്ട് അവർ സെപ്പറേറ്റിസ്റ്റാണ്. ആ സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ആ ആർമി, അല്ലെങ്കിൽ അവരുടെ അന്ന് അവരെ വിളിച്ചുകൊണ്ട് സെപ്പറേറ്റിസ്റ്റ് എന്നാണ്, ഏതാണ്ട് 40 വർഷമായിട്ട് അവരുടെ ഡൊമിനൻസിന് വേണ്ടി, അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയോ അല്ലെ അവരുടെ രാജ്യത്തിന് വേണ്ടിയോ അവരുടെ ഡൊമിനൻസിന് വേണ്ടിയോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സെറ്റിൽ ചെയ്ത് ഈ നമ്മുടെ ടർക്കിഷ് ആർമിയുടെ സഹായത്തോടു കൂടി അവരെ സിറിയൻ ആർമിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും അതുവഴി ആ ഇൻറ്റഗ്രേഷനിലൂടെ UN ഫോഴ്സ് അവിടെ ഉള്ളത്, അമേരിക്കയുടെ ഫോഴ്സ് ഉള്ളത് മുഴുവൻ വിഡ്രോ ചെയ്യുകയും അവിടുത്തെ ഇൻറ്റഗ്രേഷൻ ഇവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ കണക്കാക്കുന്ന ആണെന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. പക്ഷേ ഇത് എത്ര കണ്ട് സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ സിറിയ അമേരിക്കയുടെ കയ്യിൽ ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റിലേക്ക് മൂവ് ചെയ്യുന്നത് പോലെ നമുക്കിത് ഈ കളി മുഴുവൻ ഇരുന്ന് കാണുമ്പോൾ മനസ്സിലാവും. എന്റെ റീഡിംഗ് ആണ് കേട്ടോ. സോ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്ന ഒരു പ്രസിഡന്റ്, അതായത് സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയാൻ മനസ്സിലാക്കുന്നത് ആഗോള ഭീകരനെ അമേരിക്ക തന്നെ തലയ്ക്ക് വിലയിട്ട ആളാണ്. അദ്ദേഹത്തെ പോലും കൂടെ നിർത്തി ഉച്ചകോടിയിൽ ഒപ്പം ഇരുത്തി യോഗത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ താല്പര്യങ്ങൾ എന്താണോ അത് നടപ്പിലാക്കാൻ വേണ്ടി എന്തിനും തയ്യാറാകുന്നു ട്രംപ്. അതിൽ BBC റിപ്പോർട്ട് ചെയ്തത് ഈ UN ലെഡ് സെപ്പറേറ്റിസ്റ്റ് കുർദിഷ് ഫോഴ്സ് എന്നാ പറഞ്ഞത്. അതായത് ഈ കുർദിഷുകളെ, സെപ്പറേറ്റിസ്റ്റുകളെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് UN ആണ് എന്ന് പറയാതെ പറയുകയാണ് BBC. ഞാൻ BBC കോട്ട് ചെയ്ത് ഞാൻ പറയുന്നതല്ല. അപ്പോൾ അവിടെ കൃത്യമായി ഇതുള്ളൂ. നമ്മുടെ ഈ പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിൽ ഇങ്ങനത്തെ സംഭവമുണ്ട്. അതൊരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ മൊസാദ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ ഞാൻ പറഞ്ഞിട്ട് മൊസാദ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. അവർ ഇറാനിലും ഇറാഖിലും അതിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് രൂക്ഷമാക്കാൻ വേണ്ടി അവർക്ക് ഫണ്ട് ചെയ്യുകയും അവിടെ വിഘടിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. ഇത് ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. എന്ന് പറഞ്ഞ പോലെ അതുവഴി ഇവരുടെ അറ്റൻഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാതിരിക്കും, ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലോ ഇസ്രായേലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മൊസാദ് ഇറാനിൽ ചെയ്ത ഒരു സ്ട്രാറ്റജിയുടെ മറ്റൊരു വേർഷനാണ് നമ്മളിപ്പോൾ ഈ സിറിയയിൽ കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നതും എഡോഗനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ബയലാട്രൽ റഷ്യ ഉക്രൈൻ ചർച്ചകളിലെ മെയിൻ പ്ലേറ്റിലേക്ക്, അല്ലെങ്കിൽ ദ മെയിൻ സെൻട്രൽ പോയിന്റിലേക്ക് എഡോഗൻ ഹാസ് ബീൻ അറൈവ്ഡ് നോട്ട് ബൈ default or not by like an accidental arrival. It was, I am of the view, it was a planned, a kind of an agenda where he will be placing in the front door and he'll be the one who leading the negotiation, so that he can be a leader, can be seen as a leader, and then America is supporting them. In fact, ഇപ്പോൾ തന്നെ ഈ ചർച്ച എങ്ങും എത്താതെ പോയിരിക്കുകയാണ്. പുടിൻ വന്നില്ല, സെലൻസ്കി വന്നു. സെലൻസ്കി പറഞ്ഞു
വന്നിരിക്കുന്ന ആളുകൾ ലോവർ റാങ്കിലുള്ള ആളുകളാണ് എന്ന് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അതിന് കൗണ്ടറായി വന്നവർ പറഞ്ഞു ഹീസ് എ ക്ലൗൺ, ഹീസ് എ ഫെയിലിയർ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഈ കൃത്യമായ ഈ വിഷയത്തിലൂടെ എല്ലാം നമ്മൾ എന്നാ പറയുന്നത്, ഈ കുളം കലക്കിച്ച് മീൻ പിടിക്കുന്നൊരു പണിയില്ലേ, അതുപോലെയാണ് ഒരു ബിസിനസ്സുകാരനായ ട്രംപ് ചെയ്യുന്നത്. ഈ ബിസിനസ്സുകാരനായ ട്രംപ് അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഏത് തലത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്ന ട്രംപ്, ഒപ്പം താനാണ് എന്താണ് ആഗോള സമാധാനത്തിൻ്റെ മുഖ്യ കാര്യദർശി എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു. ഇപ്പോൾ സൗദിയിൽ പോയി ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ കരാറുകളിൽ ഒപ്പിടുന്നു. സിറിയ അവിടെയും അത്തരത്തിലുള്ള താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. യുക്രൈനിൽ താല്പര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു, അവരുമായി ബന്ധപ്പെട്ട് കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. അവിടെയാണ് ആ ട്രംപാണ് പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും കാര്യത്തിൽ വേണമെങ്കിൽ കശ്മീരിലൊക്കെ ഇടപെട്ട് കളയാം എന്ന് പറയുന്നത്. നമ്മളത് വളരെ വ്യക്തമായ ഭാഷയിൽ ശക്തമായി തന്നെ തള്ളി. ഈ ട്രംപിൻ്റെ കരാളഹസ്തങ്ങളിൽ അത്ര പെട്ടെന്ന് വീഴുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് വ്യക്തമാക്കുകയല്ലേ നമ്മുടെ ഭരണാധികാരികൾ? അതെ, പക്ഷേ അതേപോലെ തന്നെ ഇപ്പം ട്രംപിന്റെ ആ ബിസിനസ് മൈൻഡ്, ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് വേണ്ടി ആയിരിക്കില്ല, ഒരു പക്ഷെ ട്രംപിന് വേണ്ടി തന്നെ ആയിരിക്കും അദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ താങ്കൾ ഉപയോഗിച്ച ആ പദം സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക സമാധാനത്തിന് മുന്നിൽ നിന്നിട്ടുള്ള ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. 21st സെഞ്ചുറിയിൽ എല്ലാ അമേരിക്കൻ പ്രസിഡന്റ്സും ഒരു വാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ ടേമിൽ പറഞ്ഞു. കഴിഞ്ഞ ടേമിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്തവണ പറ്റിപ്പോയത് എന്താന്ന് പറഞ്ഞാൽ 2024 ഇലക്ഷൻ ക്യാമ്പയിനിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നത് എന്റെ കഴിഞ്ഞ ടേമിൽ യുദ്ധങ്ങളൊന്നുമില്ല, ഞാൻ വന്നാൽ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും, ഒറ്റ ദിവസം അതിനുള്ളിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പ്രശ്നം തീർത്ത് കളയും എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷം അതൊന്നും ഒരു നീക്കുപോക്കാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം എന്റെ അഭിപ്രായത്തിൽ ട്രംപിന് വീണ് കിട്ടിയൊരു സുവർണ അവസരമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ അവിടെ ഏറെക്കുറെ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ട്രംപ് മനസ്സിലെടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ നെഗോഷിയേറ്റർ പെർസോണ മനസ്സിലെടുത്തിരിക്കുന്ന 3-4 കാര്യങ്ങൾ കാണാം. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ എന്താ പറയുക, ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കി, ഇന്ത്യ ഇപ്പോ നമ്മുടെ മുന്നിൽ പാകിസ്ഥാൻ പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നു. പാകിസ്ഥാന്റെ മുതലാളിയെ പോലെ ഒരു പ്രോക്സിയെ ഉപയോഗിക്കുന്ന പോലെ ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു. നമ്മളെ സ്ഥിരം രക്ഷിച്ചുകൊണ്ടിരുന്ന റഷ്യ അവരുടെ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നു, നമ്മളെ സഹായിക്കാൻ മേലാതെ. അങ്ങനെയുള്ളപ്പം ആകെ ബാക്കിയുള്ള അമേരിക്ക, ആ അമേരിക്കയെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമ്മളിപ്പോ ടാരിഫിന്റെ കേസിൽ ഒരു ഇളവ് തന്നിരിക്കുന്ന സമയമാണ്, ഒരു ട്രേഡ് ഡീൽ ഒപ്പുവെക്കാൻ പോകുന്ന സമയമാണ്. അതേപോലെ നമുക്ക് ചൈന ട്രേഡ് വാർ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഡിഫൻസ് ഡീലുകൾ ഒരുപാട്, നമ്മൾ സൂയിസൈഡ് ഡ്രോണുകളും മിസൈലുകളും അഡ്വാൻസ് ഹെലികോപ്റ്റേഴ്സും ജെറ്റുകളും ജെറ്റ് എഞ്ചിനുകളും ഒക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന സമയമാണ് അമേരിക്കയുടെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ വെറുപ്പിക്കില്ല എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടി അടിച്ചത്. പക്ഷെ നേരത്തെ നമ്മുടെ കേണൽ പറഞ്ഞ പോലെ ഇന്ന് അത് മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ഞാനാണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ അതിൽ ഒരുപാട് സഹായിച്ചു എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ കൃത്യമായിട്ടുണ്ട് ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്, അല്ലെങ്കിൽ ആർക്ക് ഇന്ത്യ അത്രമാത്രം പ്രഷറൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത് ഞാൻ വിശ്വസിക്കുന്നത് ട്രംപിന് 100% ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാം പാകിസ്ഥാനിലെ ഇന്റേണൽ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ നമ്മൾ ഏതൊരു കാര്യത്തിനും കോണ്ടെക്സ്റ്റ് വെച്ച് ചിന്തിച്ചാൽ ലോകത്തിന് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. കാരണം പാകിസ്ഥാനിലെ നിരവധി പ്രശ്നങ്ങൾ, ഇപ്പൊ ബലോചിസ്ഥാനിലെ പ്രശ്നങ്ങൾ താങ്കൾക്ക് തന്നെ അറിയാം. അവിടെ ഈ വർഷം തന്നെ ഏകദേശം 171 അറ്റാക്കുകൾ, കഴിഞ്ഞ 4 വർഷത്തിൽ 600 കൊലപാതകങ്ങൾ. ഇപ്പൊ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊരു വശത്ത്. സിന്ധ് മേഖലയിൽ JSM എന്ന് പറഞ്ഞൊരു സംഘടന പ്രശ്നം ഉണ്ടാക്കുന്നു സിന്ധു ദേശത്തിന് വേണ്ടി. തെഹ്രീക്ക് താലിബാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ തല്ലിപ്പൊട്ടിക്കുന്നു, മിലിറ്ററി ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു. പാകിസ്ഥാൻ ഇവരുടെ ഓപ്പോസിഷൻ പാർട്ടിയായ PTI, ഇമ്രാൻഖാന്റെ പാർട്ടി പ്രൊട്ടസ്റ്റുകൾ അഴിച്ചുവിടുന്നു. യുദ്ധം പരാജയപ്പെട്ടു, പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു പരാജയമാണെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് അഴിച്ചുവിടുന്നു. സ്വന്തം കോalitionന്റെ ഭാഗമായിട്ടുള്ള PPP, പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി, അവർ പോലും ഷഹബാസ് ഷെരീഫിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇതൊന്നും കൂടാതെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കടത്തിന്റെ പ്രശ്നം, കറണ്ടിന്റെ പ്രശ്നം, വെള്ളത്തിന്റെ പ്രശ്നം, വിലക്കയറ്റത്തിന്റെ പ്രശ്നം, ഇത്രയൊക്കെ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യ പോയി അമേരിക്കയുടെ കാല് പിടിച്ച് ഈ ഡീല് നടത്തി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സെൻസ് ചേരുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ലോകത്തിനറിയാം. അതേസമയം ഇത് ട്രംപ് അല്ല, മറ്റൊരു ലോക ലീഡർ നാളെ ഇത് വന്ന് വ്ളാഡിമിർ പുടിനാണ് ഈ ഒരു ക്ലെയിം പറയുന്നത്, ഓക്കെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ളത് ഞാൻ അങ്ങ് ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്പം കൂടെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ ട്രംപിന്റെ കേസിൽ ചേരയെ പിടിച്ചാൽ മൂർഖൻ പാമ്പ എന്ന് പറയുന്ന ആളായതുകൊണ്ട് അത് ആദ്യം തന്നെ ആരും തന്നെ അത്രയും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് വേറൊരു രീതിയിലാണ് കാണുന്നത്. നമ്മൾ ഔട്ട്കം ചില സമയത്ത് മാർഗവും ലക്ഷ്യവും തമ്മിൽ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ലക്ഷ്യം അല്ലെങ്കിൽ ഔട്ട്കം നോക്കിയാൽ പോലെ നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നത് ഈ യുദ്ധം അവസാനിക്കണം,
വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. എന്നാൽ ഇന്ത്യക്ക് ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധം തുടരാനും പറ്റണം. അതിവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ പരാജയമായിട്ട് ഇതിനെ കാണാനേ സാധിക്കില്ല. ഒരു വശത്ത് നമ്മൾ അമേരിക്കയെ വെറുപ്പിക്കുന്നില്ല, മറുവശത്ത് ഓപ്പറേഷൻ കെല്ലറിന്റെ രൂപത്തിൽ ഈ ടെററിസ്റ്റുകൾക്കെതിരെയുള്ള അറ്റാക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു. ഓപ്പറേഷൻ സിന്ദൂർ ന്യൂ നോർമൽ ആണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ ഇന്ത്യയുടെ പരാജയമായിട്ട് കണക്കാക്കേണ്ട. ട്രംപിന്റെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ടേമിലെ പോലെ ഒരു യുദ്ധങ്ങൾ തുടങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇത്തവണ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള ഒരു വെപ്രാളത്തിൽ ചെയ്തു പോയതായിരിക്കാം ഞാൻ ഇത്രയും വലിയൊരു കാര്യം, ഇതിനു മുന്നേ ആരും തുനിയാതിരുന്നൊരു കാര്യം, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നേടിയെടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റെസ്യൂമിൽ വലിയൊരു അഡീഷനാണ്. ഒരു സാധാരണക്കാരന് ഗൂഗിളിൽ ജോലി കിട്ടുന്ന പോലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊരു പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് അത് ട്രംപിന്റെ ഒരു എക്സാജറേഷൻ ആയിട്ട് വേണം അതിനെ കാണാൻ. അതെ, തീർച്ചയായും. ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ അമേരിക്കയുടെ മുൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ പറഞ്ഞതുപോലെ പരിതാപകരമായ ഒരു പരാജയം നേരിട്ട ഒരു രാജ്യം, ബലൂചിസ്ഥാൻകാർ ഇന്നലെ പറയുകയാണ് ഞങ്ങൾ പ്രത്യേക രാജ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, ഞങ്ങൾ പാകിസ്ഥാനികളല്ല ബലൂജികളാണ്. ഒപ്പം ദില്ലിയിൽ എംബസി അനുവദിക്കണമെന്നൊക്കെയാണ് അവരുടെ ആവശ്യം. അതൊക്കെ ഈ പറഞ്ഞതുപോലെ അത് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ. എങ്കിലും അത്ര ഒട്ടും സുഖകരമല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന രാജ്യം സിന്ധു നദിയിലെ കരാർ അത് റദ്ദാക്കുന്നതിലൂടെ, മരവിപ്പിക്കുന്നതിലൂടെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള അവരുടെ കത്തെഴുതലും മറ്റും, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും വീണ്ടും ഇത്തരം പ്രകോപനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി കാര്യങ്ങൾ സമാധാനപരമാണ് എങ്കിലും തുർക്കിയെ ആശ്രയിക്കുന്നു, തുർക്കിയുടെ മിസൈലുകളും ഡ്രോണുകളും മറ്റും ഉപയോഗിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മറ്റ് ആളുകളെ ആശ്രയിക്കേണ്ട ഒരു രാജ്യത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കണക്കായി പുറത്തു വരുന്ന 20% അവരുടെ നേവി സംവിധാനങ്ങളടക്കം സൈനിക കരുത്തടക്കം നമുക്ക് നശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്ര പെട്ടെന്നല്ല ഇതൊരു തിരിച്ചുവരവൊക്കെ. അപ്പോൾ ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകാത്ത വിധം അടിച്ചു വീണുപോയ രാജ്യത്തിൻ്റെ എന്താണ് വല്ലാത്ത ഒരു കേഴലായി ഇതിനെ കാണാൻ സാധിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാൻ വലിയ ഒരു വെട്ടിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ ഇന്ത്യയുമായിട്ടൊരു പോർവിളിക്ക് വന്നില്ലെങ്കിൽ പോലും പാകിസ്ഥാന് നിലനിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ അതിനേക്കാൾ രൂക്ഷമായിരുന്നു. കാരണം ബലൂചിസ്ഥാൻ ഏതാണ്ട് വേർപെട്ട പോലെ നിൽക്കുകയാണ്. ലോകത്തെ ആരെങ്കിലുമൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ബലൂചിസ്ഥാന് സെപ്പറേറ്റ് ആയിട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അവർ 1948 മുതൽ നടത്തുന്ന ആ ഒരു പോർക്കളത്തിനാണ് ഇപ്പോൾ ഒരു സമാപനമായി എന്ന് അവർ വിചാരിക്കുന്നത്. അവർ സ്വന്തമായി പതാക, സ്വന്തമായി ദേശീയ ഗാനം ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രം ഞങ്ങളെ അംഗീകരിച്ചാൽ മതി, അത് ഇന്ത്യ ആദ്യം ചെയ്താൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് ശരിക്കും പറഞ്ഞാൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാകിസ്ഥാന് IMFൻ്റെ ലോൺ കിട്ടിയാൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ പട്ടാളത്തിലെ ആഭ്യന്തര കലാപം എപ്പോൾ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള ഭയത്തിലാണ് ഈ ബലൂചിസ്ഥാൻ്റെ നേതാവ് മിറിയാർ അഭ്യർത്ഥിച്ചത് കറൻസിക്കും പാസ്പോർട്ട് അച്ചടിക്കും വേണ്ടിയൊക്കെ ഫണ്ട് അനുവദിക്കണമെന്നാണ് UN അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതെ, അവർ പ്രത്യേക പാസ്പോർട്ടെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി അതെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അവർ UN കത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അതൊന്ന് പ്രോത്സാഹിപ്പിച്ച് തരണം എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡായിട്ടുള്ളത്. അപ്പോൾ ആ വിധത്തിലാണ് പാകിസ്ഥാൻ്റെ നട്ടലൊടിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് 44% വരുന്ന ആ ഭൂഭാഗം പോകുന്നു. അതുമാത്രമല്ല സ്വർണം, ചെമ്പ്, മറ്റ് ധാതുക്കൾ, ഓയിൽ, ഗ്യാസ്, ഇങ്ങനെ ഫലഭൂയിഷ്ടമായ, അതായത് പാകിസ്ഥാൻ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനെ ഒരു റീജിയനായിട്ടേ കണ്ടിട്ടില്ല. അവിടെ വരുന്ന അവിടുത്തെ ആ ജനവിഭാഗത്തിനെ പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ട്, 5% വരുന്ന ആ ജനവിഭാഗത്തിന് പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ട്, അവിടെ ആയിരക്കണക്കിന് പേരെ കൊന്നുകൊണ്ട്, നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടൊക്കെ നടത്തുന്ന ക്രൂരതകൾ, പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ അവർ ചാവേറുകളായി മാറി ഈ യുദ്ധത്തിന് ഇറങ്ങിയാണ് ഇപ്പോൾ ഈ സംവിധാനം അവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. പാകിസ്ഥാനിൽ നിലനിൽപ്പിന് വേണ്ടി അവർക്ക്, അതുകൊണ്ടാണ് അവരിപ്പം വേറൊരു വാദം അവരുണ്ടാക്കിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ദേശീയത വിട്ടിട്ട്, പാകിസ്ഥാൻ്റെ ദേശീയത ഇന്ത്യക്ക് എതിരെ എന്നുള്ളത് മാറ്റിയിട്ട് അവരിപ്പോൾ മതത്തെ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം മതത്തിൻ്റെ വിഷയം വരുമ്പോൾ അതിന് കൂട്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ എർദോഗനാണ്. എർദോഗനാണ് ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ നേതാവാകാൻ കൊതിക്കുന്ന ആൾ. ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലവനായി വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ക്രമം ഉണ്ടാക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് തുർക്കി, പിന്നെ സിറിയ, ഇറാൻ, പാകിസ്ഥാൻ, പിന്നെ കാശ്മീരും ഒക്കെ കൂടെ കയ്യിലാക്കി കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളെല്ലാം ചേർത്ത്, പിന്നെ ബംഗ്ലാദേശ്, അപ്പുറത്ത് മലേഷ്യ വരെ പോകുന്ന ഒരു ഭൂലോക ബെൽറ്റ് അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നടക്കുന്നത്.
അപ്പോൾ അദ്ദേഹം പിന്നെ അവസരോചിതമായി കളിക്കാൻ അറിയാവുന്ന ഒരാളാണ്. ഒരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ്. അദ്ദേഹം ആദ്യം ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ആ കളികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ളത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് മതേതരത്വമാണ് എൻ്റെ പിന്നെ മുദ്രാവാക്യമെന്നാണ്. അങ്ങനെ പിന്നെ യൂറോപ്പുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം മതേതരത്വം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് അദ്ദേഹം കുറേശ്ശെയായിട്ട് മതവാദത്തിലേക്ക് വരികയും ഇപ്പോൾ തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അദ്ദേഹം തീവ്രവാദത്തിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു കൂട്ട് പിന്നെ പാകിസ്ഥാനാണ് പറ്റിയതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലൂടെ തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യ അതിന് വിട്ടുകൊടുക്കില്ല എന്നുള്ളതുകൊണ്ടാണ് 57ഓളം ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ യോഗം ചേർന്നിട്ടും ഇന്ത്യക്കെതിരെ വന്നത് ആകെ തുർക്കിയും പാകിസ്ഥാനും അസർബൈജാനിനെ നമ്മൾ പറയേണ്ട, കണക്കിൽ കൂട്ടണ്ട. കാരണം ഈ തുർക്കിയുടെ ഇൻഫ്ലുവൻസിലാണ് കിടക്കുന്നത്. തുർക്കി ചാടാന്ന് പറഞ്ഞാൽ ചാടാനുള്ളതേ ഉള്ളൂ അവിടുത്തെ നേതൃത്വം. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഇന്ത്യക്കാർക്ക് അനുകൂലമാണെന്നാണ് ഞാൻ ബന്ധപ്പെട്ട മിക്ക ട്രാവൽ ഏജൻസികളും എല്ലാം പറയുന്നത്. അവർ പറയുന്നത് ഈ ഭരണകൂടം ഒന്ന് മിണ്ടാതിരുന്നാൽ മതി, ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ സ്വീകരിക്കണം. ഇന്ത്യക്കാരെ മാത്രമല്ല, അവരെല്ലാം വളരെ സ്നേഹമുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് ഈ എർദോഗനെ പോലുള്ളവരും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ ചേർന്നാണ്. ശരിക്കും ഈ ലോകത്തിൻ്റെ ക്രമം മാറ്റിമറിക്കുന്ന വിധത്തിൽ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ ലോകത്ത് ഉയർന്നു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം വരെ 20-ാം നൂറ്റാണ്ടിൽ മൊത്തത്തിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പല രാഷ്ട്രങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ജനാധിപത്യത്തിലൂടെ ആണെന്ന് പറഞ്ഞാൽ പോലും വരുന്നത് ട്രംപിനെ പോലുള്ള പല കോമാളികളുമാണ്, ക്ഷമിക്കണ വാക്ക് പറയുന്നതിന്, ആ വിധത്തിലുള്ള ഒരു രംഗപ്രവേശനമാണ് പലയിടത്തും കാണുന്നത്. ഒന്നുകിൽ കോമാളികൾ അല്ലെങ്കിൽ ഏകാധിപതികൾ. ഇപ്പോൾ എർദോഗനെ ഒക്കെ പറയുന്നത് അദ്ദേഹം ജനാധിപത്യപരമായിട്ടല്ല, ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ഒന്നാന്തരം ഒരു ഡിക്റ്റേറ്ററെ പോലെയാണ് അവിടെ പെരുമാറുന്നത്. ചൈന കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയൊരു ഡിക്റ്റേറ്ററായിട്ടാണ് ചൈന പെരുമാറുന്നത്. റഷ്യയിൽ മാറ്റമൊന്നുമില്ല, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ജനാധിപത്യം നിലനിൽക്കുക. പിന്നെ കുറച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും, ബാക്കി പലയിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിക്ചറുകൾ വളരെ മോശമാണ്. ഇതൊക്കെ അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ താല്പര്യം, ലോകത്തിൻ്റെ താല്പര്യം ഒക്കെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന ഉയർന്ന മനസ്സുള്ള മാനുഷിക മൂല്യങ്ങളുള്ള നേതാക്കൾ ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഈ ചെറിയ ചെറിയ സ്പർദ്ധകളെപ്പോലും വലുതാക്കാനും എന്നിട്ട് അതിൽ കൂടെ ഞാൻ ആളാകാനും ഒക്കെ ശ്രമിക്കുന്നത്. ട്രംപിൻ്റെ ശ്രമം ഇപ്പോൾ അതാണ്. ട്രംപ് നോബൽ സമ്മാനം കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന് വരെ പലരും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും ഞാൻ മുന്നിൽ, ഞാനാണ് ലോകത്തിൻ്റെ എല്ലാ സമാധാനത്തിൻ്റെയും അപ്പോസ്തലൻ എന്ന് പറയുകയും വലിയൊരു പരിധിവരെ ട്രംപിൻ്റെ ഇടപെടലുകളെ പല രാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അദ്ദേഹം അത്തരം രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നു, വലിയ വലിയ വ്യാപാര കരാറുകൾ ഒപ്പിടുന്നു, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, സിറിയയിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെടാത്ത മേഖലകളൊന്നുമില്ല. ശ്രീ ബൈജു തിട്ടാല, അങ്ങനെ ട്രംപിൻ്റെ രീതി അത് ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണെങ്കിലും അമേരിക്കൻ താല്പര്യങ്ങൾ കൂടുതലായി സംരക്ഷിക്കുന്നു എന്ന് ഉള്ള രീതിയിലാണെങ്കിൽ പോലും ഒരുപാട് രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ ട്രംപിന് ഇടപെടാൻ സാധിക്കുന്നു. പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ പോലും പലരുമായി ഇടപെടലിനെ അംഗീകരിക്കുന്നു. ഇടപെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പഴയ ഒരു ലോക പോലീസ് എന്ന തരത്തിലേക്ക് അമേരിക്ക എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. ട്രംപ് അഭിപ്രായം പറയാത്തതും ഇടപെടാത്തതുമായ ഒരു വിഷയങ്ങളും ഇല്ല എന്നുള്ളതാണ് സമീപകാലത്ത്. അത് അങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളത് കറക്റ്റാണ്. നമ്മൾ വി യു ലുക്ക് അറ്റ് ദി ഗ്രൗണ്ട് റിയാലിറ്റി, അതല്ലല്ലോ നടക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ കാര്യം തന്നെ ഇന്നത്തെ ഫൈനൽ ഞാനിപ്പോൾ നോക്കുക, ഇപ്പോഴത്തെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ബൈ ട്രംപ്, അതായത് ഞാനും പുടിനും കൂടെ നേരിൽ കാണാതെ ഒന്നും നടക്കില്ല. അതിനർത്ഥം പുടിൻ വരില്ല. അദ്ദേഹം പോലീസ് കളിക്കാൻ നോക്കിയിട്ട് പുള്ളി അതിലും വലിയ തീവ്രവാദിയാണെന്നാണ് പുള്ളി പറയുന്നത്. നീ പോലീസ് ആണെങ്കിൽ ഞാൻ പട്ടാളാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അവർ വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ട്രംപിൻ്റെ ഈ ഒരു ബിസിനസ്, പുള്ളി എല്ലാത്തിനെയും ബിസിനസ്സായി കാണുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയും, ഹീസ് നോട്ട് എ നെഗോഷിയേറ്റർ. മീൻസ് ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ല. ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ പ്രശ്നം സെറ്റിൽ ചെയ്ത് അദ്ദേഹമാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും ലോക രാജ്യങ്ങളിലെ എത്ര നേതാക്കന്മാരുടെ ഇരു രാജ്യങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ നടന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രൈം മിനിസ്റ്റർ ഹൗസിൽ പറഞ്ഞു ഹി ഹാസ് ഇന്റർവ്യൂ. എത്രയോ നേതാക്കന്മാർ ഇടപെട്ടു. ഇതിൽ എന്തൊക്കെയോ പറയുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാം,
ഞാൻ കൺട്രോൾ ചെയ്യും, എന്നിലൂടെയാണ് ഇത് മുഴുവൻ വർക്കൗട്ട് ആകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റിൻ്റെ വ്യൂ ആണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ബിസിനസ്സുകാർ വന്നാലുള്ള ഒരു വലിയ അപകടം ഇതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്തിനേയും കാണുന്നത് ഒരു ഉദാഹരണമായിട്ട് ട്രേഡ് ഡീൽ, ഈ നമ്മുടെ ഒരു താരിഫ് അങ്ങ് വെക്കുകയാണ്, ബാക്കിയുള്ളതൊക്കെ എന്നെ വന്ന് കാണും, ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാം. നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോഴത്തേക്കും 50 രൂപയാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് മാറുന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവൻ മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് ഒരു കാരണവശാലും ലോകരാജ്യങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ലോകരാജ്യത്തിന്റെ ക്രമത്തെ തന്നെ മാറ്റിക്കളയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് യൂറോപ്പിൽ ഇവിടുന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, ചാൻസലർ ഓഫ് ജർമ്മനി, ഫ്രാൻസിൽ നിന്നും ഇവരെല്ലാം ഒരുപോലെ റഷ്യയോട് വാൺ ചെയ്തു, വി വിൽ ഇമ്പോസ് സാങ്ഷൻസ്. അതിനെ ഈ എത്രയും പെട്ടെന്ന് സീസ് ഫയർ ഉണ്ടാവണം. ഇപ്പോൾ ഒരു ലോക പോലീസ് ആണെങ്കിൽ ഇവിടെ വാ എന്ന് പറയുമ്പോൾ വരണം. ഇപ്പോൾ ഏതാണ്ട് ഈ ട്രംപ് ഹാസ് ബിക്കം ലൈക്ക് ഇത് പ്ലീഡ് ചെയ്യും പോലെ എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ഒരു 30 days സീസ് ഫയർ നടത്താം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം, ഞാൻ ആലോചിക്കട്ടെ എന്ന് പുടിൻ പറയുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ട്രംപ് പറയുന്നത് ഈസ് ഗോയിങ് ടു ടേക്ക് ദ ക്രെഡിറ്റ് ആൻഡ് ഐ ഡോണ്ട് റിയലി നോ ഹൗ വി ക്യാൻ ഈവൻ സേ. അത് പറയുന്നതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതല്ല എന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇപ്പോൾ ബ്രിട്ടനിലിരിക്കുന്ന എനിക്ക് പോലും അറിയാം. അതായത് നമ്മൾ മാധ്യമം കാണുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയല്ല, അതിന് സാധ്യതയില്ലെന്ന് കൃത്യമാണ്. പിന്നെ ഈ ബലൂചിസ്ഥാനിലെ സംഭവം പറഞ്ഞ പാകിസ്ഥാൻ, അത് ഈ ബലൂചിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഒറ്റയ്ക്ക് നിൽക്കാനോ അല്ലെ ഇന്ത്യയുടെ കൂടെ ചേരാനോ ആഗ്രഹിച്ച രാജ്യമാണ്. 1948 എനിക്കൊന്ന് ജൂലൈയിലാന്ന് എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാൻ ആർമി അവിടെ ഇടിച്ചു കയറി അവിടുത്തെ ഖാൻ ഓഫ് ഖലാത്തിനെ കൊണ്ട് ട്രീറ്റി സൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. അന്ന് മുതൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുകയോ അവർ ഇന്ത്യയുടെ ഭാഗം ചേരണോ എന്ന് പറഞ്ഞ് നിന്ന ഒരു ഏരിയയാണ് ഈ അല്ലെങ്കിൽ ഒരു റീജിയനാണ് ബലൂചിസ്ഥാൻ. അപ്പം ബലൂചിസ്ഥാനിലെ പ്രശ്നം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനുള്ള പക്വതയില്ലാതെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിലാവൽ ഭൂട്ടോ ഒക്കെ നമ്മൾ രക്തപ്പുഴ ഒഴുക്കി കളയുമെന്നൊക്കെ പറയും. ഞാൻ ശരിക്കും പറഞ്ഞ അദ്ദേഹമൊക്കെ ബ്രിട്ടനിൽ പഠിച്ചതാണ്. അദ്ദേഹമൊക്കെ അല്പം കൂടെ സെൻസിറ്റിവിറ്റിയോടെ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ഇതിനെ പോലുള്ള വൈകാരികമായി കാണുകയും യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും എന്നിട്ടിപ്പോൾ ഈ വിഷയം ഇപ്പം എർഡോഗൻ ടർക്കിയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. എർഡോഗൻ ഈസ് ഫേസിങ് സീരിയസ് ക്രിറ്റിസിസം വിത്തിൻ ദ കൺട്രി. അദ്ദേഹത്തിൻ്റെ പല ഇലക്ഷനുകളിലും ഇലക്ഷൻ റിഗ്ഗിംഗ് ആണ്. ഇവിടെ ഞാൻ ഇപ്പോഴും നോക്കുന്നത് കേംബ്രിഡ്ജിൽ ഇദ്ദേഹം ഒരു പരിപാടിക്ക് വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെ കേംബ്രിഡ്ജ് പോലീസ് സ്റ്റേഷനിൽ ഒരു ടർക്കിഷ് അവിടുന്ന് അദ്ദേഹം പുറത്താക്കിയ ആൾ കേംബ്രിഡ്ജിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ഇദ്ദേഹം ടെററിസ്റ്റ് ആണ്, അല്ല ടെററിസ്റ്റ് മാസ് മർഡർ നടത്തിയിട്ടുള്ള ആളാണ് ഡോഗൻ. ഇതിനെതിരെ ഞാൻ കേംബ്രിഡ്ജിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് കുറേ ബിസിനസ്സുകാരെല്ലാം കൂടി എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം ഈ എർഡോഗനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടിങ് ഇദ്ദേഹത്തിന് ആവശ്യമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ലോക്കൽ ഡൊമസ്റ്റിക് ഗ്രൗണ്ട് പുള്ളിക്ക് സെറ്റ് ചെയ്യണം. അപ്പം ട്രംപിനും ഇത് ആവശ്യമാണ്. എന്തിനാണ്? ഈ അപ്പുറത്ത് സിറിയ സെറ്റിൽ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയെങ്കിലും റഷ്യയുമായി അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയില്ലെങ്കിൽ ട്രംപിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ പ്രശ്നമാവും. ഇത് ഇപ്പം തീർത്തേക്കാന്ന് പറഞ്ഞ സാധനമാണ്, ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ ഇതിൽ നമ്മളുടെ ഒരു പ്രശ്നം അതിന് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ, ഈ പണ്ട് അമേരിക്കയുമായി നമ്മളൊരു ഒരു കൺഫ്രണ്ടേഷൻ പോയ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, അന്ന് നമുക്ക് there was a force which നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് റഷ്യ. ഇപ്പോഴത്തെ നമുക്കൊരു കാരണവശാലും രണ്ടുപേരെ ശത്രുക്കളാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ നമ്മൾ കൃത്യമായി ബയലാട്രൽ എഗ്രിമെന്റിലൂടെ നമ്മളിപ്പോൾ ഇപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഞങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെ നമ്മളുടെ ഒരാളുടെ ഇഷ്ടം കൊണ്ട് മാത്രം നമുക്കൊരാൾക്ക് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഡയലോഗ് ഉണ്ടാവണം, അതിൽ ഡിബേറ്റ് ഉണ്ടാവണം, ഡിസ്കഷൻ ഉണ്ടാവണം. അതൊരു കൺസെൻസസിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളിതൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു വൺ മാൻ ഷോ കാണിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ട്രംപ് കാണിക്കും പോലെയോ അല്ലെങ്കിൽ പുടിൻ കാണിക്കും പോലെ കാണിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ വ്യൂ ഇതാണ്, പൊളിറ്റിക്കൽ വ്യൂ ഇതാണ്. നമ്മൾ കൃത്യമായി നമ്മൾ എവിടെയായിരുന്നോ, നമുക്കൊരു ചേരാ നയം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആ നയത്തിലൂടെ നിന്ന് കൃത്യമായി നമ്മൾ ഈ വിഷയത്തെ കൃത്യമായി
സെറ്റിൽ ചെയ്ത് മുമ്പോട്ട് പോവുക പക്ഷേ തന്നെയാണ് നമ്മുടെ ചെയ്യേണ്ടത്. താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേണം താനും അത്. നമ്മുടെ താല്പര്യങ്ങൾക്ക് yes. ഹനിച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള, അതിപ്പോൾ ആരായാലും, അമേരിക്ക ആയാലും റഷ്യ ആയാലും ആരായാലും, അത് വളരെ വ്യക്തമായി തന്നെ സംഭവിക്കുന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചു വരാം വളരെ പെട്ടെന്ന് കേരള ഡിന്നിയിലേക്കും ശ്രീ നിർമ്മല എബ്രാഹിമിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കേരള ഡിന്നി, നേരത്തെ ശ്രീ ബൈജു ഇട്ടാല പറഞ്ഞത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഇടപെടലുകളിടയിൽ നമ്മളുടെ രാജ്യം സ്വീകരിക്കുന്ന നടപടികൾ നമുക്കറിയാം. ഈ ട്രംപ് ആദ്യം മുതൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. അതിനിന്നും വളരെ കൃത്യമായി തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യാപാര കരാറുമായൊക്കെ ബന്ധപ്പെട്ടായിരുന്നല്ലോ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ. ഈ കരാർ രണ്ട് രാജ്യങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ധാരണയിലെത്തണം. അതാണ് അമേരിക്കയുമായുള്ള കരാറിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അന്തിമ ധാരണയാകുന്നതുവരെ പ്രതികരിക്കാനില്ല. അങ്ങനെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും ഈ വിഷയത്തിലെ മൂന്നാം കക്ഷി ഇടപെടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാനും ട്രംപിനെ പിണക്കാതിരിക്കാനും അത്തരം കാര്യങ്ങളിലൊക്കെ വലിയൊരു അവധാനത പുലർത്തുന്നുണ്ട്. അത് എന്തിൻ്റെ സൂചനയാണ്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, ഭീകരവാദത്തെ ചെറുക്കണം, അതിന് പിന്തുണ വേണം. അത് വളരെ വിദഗ്ധമായി നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണോ നമ്മൾ? നോക്കൂ ശ്രീ രഞ്ജിത്ത്, ഡോക്ടർ ജയശങ്കറിനെയൊക്കെ പോലുള്ള ആളുകൾ അവരൊക്കെ വളരെ റിയലിസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവർ ഡിപ്ലോമാറ്റ്സ് ആണ്. അവർ ഈ റൊമാൻറ്റിക് ഐഡിയാസിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അവർ വളരെ റിയലിസ്റ്റ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പം ആരടുത്തും സംസാരിക്കത്തില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. നമ്മളെ നയം വ്യക്തമാക്കുക. നമ്മൾ എന്തിലൊക്കെ നമുക്ക് സംസാരിക്കാം. അതായത് പാകിസ്ഥാനുമായിട്ട് സംസാരിക്കാം, ഓക്കെ സംസാരിക്കാം. അതിനകത്ത് ഏതാണ് കാര്യം സംസാരിക്കാം. ഭീകരവാദം എങ്ങനെ നിർത്താം. ഇപ്പൊ നമ്മൾ ഒരു ഈ പ്രോബ്ലം സോൾവ് ആവണമെന്ന് പറയുന്നു. ഓക്കെ, ഹൗ ഡു വി സോൾവ് ഇറ്റ്? നമ്മളല്ലല്ലോ ഇതിന് തുടങ്ങുന്നത്. ഭീകരവാദം വരുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തെന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. നമുക്ക് അതിനകത്ത് ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് എന്താണ് പിന്നെ സംസാരിക്കുക? നമ്മൾ ഇതിന് മുൻപ് എത്ര അമൻകി ആശ പോലത്തെ ചെയ്തു. പക്ഷെ അവർ മനസ്സിലാവുന്നത് ബോംബ് ഭാഷയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പോകുന്നത്. വി ട്രൈഡ് എവറിത്തിങ്. നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നോക്കാൻ നോക്കി. നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് കൊടുത്തു. നമ്മൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നോക്കി. ബട്ട് നമുക്ക് റിട്ടേണിൽ എന്താ കിട്ടിയത്? നമുക്ക് മുംബൈ കിട്ടും, ഡൽഹി, അതുപോലത്തെ ബ്ലാസ്റ്റ്, നൗ കശ്മീരിലെ പഹൽഗാം. സോ ഒരു നേഷന്റെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുന്നത്. അതായത് നമ്മളൊരു ഡിഫോൾട്ട് ഒരു വാർ മോങ്കറിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാജ്യമല്ല. ആൻഡ് നമുക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റും ഇല്ല. നമ്മളെ നാഷണൽ ഇൻട്രസ്റ്റും അല്ല രാജ്യത്തിലൊരു യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷെ വി ഹാവ് നോ ചോയ്സ്. ആ പാകിസ്ഥാൻ നമ്മളെ ഭീകരവാദത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് 70 years ആയിട്ട് നമ്മൾ കാണുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ച് ലാസ്റ്റ് 30 years ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് എ ഫാക്ട്. നൗ അപ്പൊ ഭീകരവാദം ഇസ് എ കീ ഇഷ്യൂ. അതിനകത്ത് നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നോ മാറ്റർ ആര് പറഞ്ഞാലും ശരി, നമുക്ക് ഭീകരവാദം അല്ലാതെ വേറൊരു കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് പാക് ഒക്യുപ്പൈഡ് കശ്മീർ. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഏതെങ്കിലും പാർട്ടിക്ക്, രാജ്യത്തിലുള്ള ഏതെങ്കിലും പാർട്ടിക്ക് അതിനകത്ത് രണ്ട് ഒപ്പീനിയൻ ഉണ്ടോ? ഇല്ല. The only thing which remains unresolved നമ്മളെ കശ്മീരിനെ കുറിച്ച് പാക് ഒക്യുപ്പൈഡ് കശ്മീർ. അപ്പൊ ഈ രണ്ട് കാര്യമാണ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞത്. അതിനകത്ത് ഒരു എന്താ പറഞ്ഞ, അതിനകത്ത് ഒരു ചെസ്റ്റ് തമ്പിങ്ങോ അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ ആരുടെ സംസാരിക്കില്ല എന്നുള്ളൊരു ഭാവമല്ല. അദ്ദേഹം ഒരു സീസൺഡ് ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ വി ആർ ഫോർ ടോക്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാൻ റെഡിയാണ്. നൗ ട്രേഡ് ടോക്സ് ഓൺ ആണ്. അത് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് അതിനകത്ത് രണ്ടുപേർക്കും ലാഭവും രണ്ടുപേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്താനുള്ള ശ്രമം നടത്തും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമ്മൾ US-നടുത്ത് മാത്രമല്ലല്ലോ, എത്രയോ രാജ്യങ്ങളടുത്ത് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് വേണ്ടി സംസാരിച്ച് അങ്ങനത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മൾ UK ആയിട്ട് സൈൻ ചെയ്തില്ലേ. അപ്പൊ അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് നമ്മൾ രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാലത്ത് നമുക്ക് ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒക്കെ ഒരു വലിയൊരു ഫോറിൻ പോളിസി സക്സസ് എന്നുള്ള രീതിയിലേക്ക് നിന്നു. ഫ്രാങ്ക്ലി അതെനിക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലും കണ്ടില്ല. നമ്മൾ 1971 നമ്മൾ നോൺ അലൈൻഡ് ഒന്നും അല്ലായിരുന്നു. നമ്മൾ എന്താ പറയുക, ഫുള്ളി ഇൻ സോവിയറ്റ് യൂണിയൻ ബ്ലോക്കിലായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ 7th ഫ്ലീറ്റ് ഒക്കെ വന്നപ്പം ഇവിടുന്ന് തിരിച്ചു പോകാനൊക്കെ ഉള്ള ഇപ്പോഴത്തെ നറേറ്റീവ്സ് ഒക്കെ എങ്ങനെയാ പറ്റിയത്? ബിക്കോസ് നമ്മൾ സോവിയറ്റ് യൂണിയനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തു, സോവിയറ്റ് യൂണിയൻ ബാക്ക് ചെയ്തു നമ്മളെ. അതുകൊണ്ടല്ലേ. അപ്പൊ അതിനകത്ത് അവിടെ നമ്മളെ നോൺ എലമെന്റ് മൂവ്മെന്റ് എവിടെ പോയി? ഒന്നും പോയി. സോ നമുക്ക് നമ്മളെ രാഷ്ട്ര താല്പര്യം നോക്കാൻ അറിയാവുന്ന നേതാക്കന്മാരാണ് പണ്ടും ഇന്നും. സോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ നമ്മൾ ഈ നോൺ അലൈൻമെന്റ് നമ്മളിപ്പോ ഓൾ അലൈൻമെന്റ് മൂവിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താ യുഎസിന് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഉണ്ട്, റഷ്യയിലായിട്ടുണ്ട്, ചൈനയായിട്ട്. ബിഫോർ ദിസ് ഗൽവാൻ ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് ചൈനയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ക്വാഡിലും ഉണ്ട്, SCOയിലും ഉണ്ട്,
ഏതെങ്കിലും ഒരു എനിക്ക് തോന്നുന്നില്ല G20 ഗ്ലോബൽ സൗത്ത് ഏതിൽ വേണമെങ്കിലും നമ്മൾ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഐ തിങ്ക് നൗ ടുഡേ ഇന്ത്യ ഇസ് അലൈൻഡ് വിത്ത് ഓൾ എന്നുള്ളതാണ്. ആൻഡ് US-ന്റെ ഇപ്പോഴത്തെ ഒരു പെക്യുലർ, ആൻഡ് ഐ എം ഷുവർ നിർമ്മൽ ഒക്കെ അതിനെ അഗ്രി ചെയ്യും, നമ്മൾ ഇവിടുത്തെ ഡിപ്ലോമാറ്റ്സ് എനിക്ക് തോന്നുന്നത് ട്രംപിനെ ട്രംപായിട്ടാണ് കാണുന്നത്. ആൻഡ് US ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ US ഡിപ്ലോമസി അല്ലെങ്കിൽ US റിലേഷൻ ഒരു വേറെ രീതിയാണ്. ലെറ്റ് ട്രംപ് സേ വാട്ട് എവർ ഹി സേസ്. അതൊരു മെർക്കുറിയൽ ആയിട്ടുള്ള ലീഡറാണ്. നേരത്തെ ശ്രീ ബൈജു പറഞ്ഞ പോലെ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണ്. സോ ട്രംപ് പറയുന്നതിനെ എല്ലാം കയറി നമ്മൾ റിയാക്ട് ചെയ്ത് ആ റിലേഷൻഷിപ്പ് കൂടുതൽ സ്പോയിൽ ആക്കേണ്ട കാര്യമില്ല. ട്രംപ് ഇസ് ഒരു ടൈം പീരിയഡ്, ഒരു എക്സ്പയറി ഡേറ്റ് ആയിട്ട് വന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ US റിലേഷൻസ് ഇസ് എ ലോങ് ടേം സ്ട്രാറ്റജിക് ആയിട്ടുള്ള കോമൺ ഗ്രൗണ്ട്സ് ധാരാളമുള്ള ഒരു റിലേഷൻ ആണ്. അവിടെയാണ് എനിക്കൊന്നും ശ്രീ ജയശങ്കറിനെ പോലുള്ള ആളുകളും അല്ലാത്ത ഡിപ്ലോമാറ്റ്സും ഒക്കെ ദേ നോ വാട്ട് ടു ഡു. അവർ ആ രീതിയിൽ, അതുപോലെ US-ന്റെ ഭാഗത്തുമുണ്ട്. US-ന്റെ തന്നെ പല അനലിസ്റ്റുകളും വന്ന് ഇപ്പൊ ട്രംപ് പറഞ്ഞ കാര്യത്തിൽ അവർ യോജിക്കുന്നില്ല. സോ ദെയർഫോർ ട്രംപ് ഇസ് സീൻ ആസ് ട്രംപ്. US-India റിലേഷൻഷിപ്പ് അതിനകത്ത് ധാരാളം കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് അതിനകത്ത് ഐ തിങ്ക് ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ പോകും. ട്രേഡ് ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾമോസ്റ്റ് $130 billion ആണ് US-India റിലേഷൻഷിപ്പ്. അതാണ് അതിന്റെ ആ ഒരു അതിനെ $500 billion ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു വേറെ ലെവലിലേക്ക് ഇന്ത്യ US റിലേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇസ് ഒരു അബറേഷൻ അറ്റ് ടൈംസ്, സംടൈംസ് ഒരു വലിയൊരു എന്തോ ക്ലോസസ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊരു ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നമുക്ക് അൺഡിപ്ലോമാറ്റിക് ആണെന്ന് തോന്നുമെങ്കിൽ ഒരു ലൂസ് കാനൺ എന്ന് പറയുന്ന പോലത്തെ രീതിയിലേക്ക് ഉള്ള ഒരു കാര്യം മാത്രമായിട്ട് കണ്ടാൽ മതി. ബാക്കി ഐ ഡോണ്ട് തിങ്ക് അത്ര വലിയ വറി ചെയ്യേണ്ട കാര്യമുണ്ട്. ഇന്ത്യ ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യ ഇസ് ഓൺ സ്ട്രോങ് ഫുട്ടിങ്. അതുകൊണ്ടാണ് ചൈനയായിട്ടൊക്കെ റിലേഷൻസ് നമ്മളിപ്പം വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് അറ്റ് ആർ ഓൺ ടേംസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും എന്താ പറഞ്ഞ വലിയ കൺസെഷൻ ചെയ്യുന്നുള്ള രീതിയിലല്ല. ഐ തിങ്ക് ദാറ്റ് ടൈം ഹസ് ഗോൺ. നമ്മളെ രീതിയിൽ ഇപ്പം നമുക്ക് നമുക്കൊരു സേ ഉണ്ട്. ആ ഒരു സേയിലെ രീതി തന്നെയാണ്. അപ്പൊ അതിനകത്തൊരു ചെസ്റ്റ് തമ്പിങ്ങോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു നമ്മൾ മാത്രം പറഞ്ഞാൽ കേട്ടാൽ മതി എന്നൊന്നുമല്ല. നമ്മൾ എല്ലാവരും ലിസൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് കാണിച്ച അതല്ലേ, ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് കറേജ്. ശ്രീ രഞ്ജിത്ത്, നമുക്ക് ധാരാളം ധൈര്യം വേണം. ഒരു കോൺഫ്ലിക്റ്റ് ഇത്രയും നമ്മൾ അഗ്രസീവായി നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു സീസ് ഫയർ അല്ലെങ്കിൽ ഒരു പോസിലേക്ക് പോവുക. ബിക്കോസ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിനെ കൊണ്ടുപോവുക. ബിക്കോസ് ഒരു കൺട്രിയുടെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇനി അവരെ പാകിസ്ഥാനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ഒരു മെച്യൂർ ആയിട്ട് ഡിസിഷൻ എടുക്കാനോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ പോസ് ചെയ്യണം ഇവിടെ, അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ഉള്ള രീതിയിൽ. അതിനകത്താണ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്ക് വന്നിട്ട് ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും. കാരണം ഇതിന്റെ മുന്നിൽ ഈ യുദ്ധം തീരാത്ത ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അത് റഷ്യ യുക്രൈൻ വാർ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. there is no end to it. endless war എന്ന് പറയുന്നത് യുദ്ധം നീണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. നമ്മൾ ലോകത്തിലെ ഏറ്റവും ഒരു വലിയ എക്കണോമി കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാനിരിക്കുന്ന രാജ്യം കൂടിയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, മാറി വരുന്ന ലോകക്രമത്തിൽ ഇന്ത്യയെ മാറ്റി നിർത്തി ഒരു ചിന്ത ഒരിക്കലും സാധിക്കില്ല. അത്രത്തോളം ലോകശക്തിയായി തന്നെ നമ്മൾ വളർന്ന പശ്ചാത്തലമുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി. അവിടെ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ചെറിയ ചെറിയ നയമാറ്റങ്ങൾ അത് രാജ്യത്തിന് ഭൂഷണമായി തന്നെ തീരും എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നത് എടുക്കാനുള്ള ഒരു പൊസിഷനിലാണ് ഇന്ത്യ. ഇപ്പം US-ന്റെ കേസിൽ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ ഇപ്പം ടർക്കിയും അസർബൈജാനും നമുക്കെതിരെ ഒരു സ്റ്റാൻസ് എടുത്തതിന് മറുപടി കൊടുക്കാനും ഇന്ത്യക്ക് അറിയാം. അതെനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ തന്നെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് കണ്ട കാര്യമാണ്. ട്രാവൽ ഏജൻസീസും ഇന്ത്യൻ ടൂറിസ്റ്റുകളും തന്നെ അസർബൈജാനെയും ടർക്കിയെയും ഉപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യം പേഴ്സണലി പറയാം, ഈ വർഷം ടർക്കിയിൽ പോകാനായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനത് പേഴ്സണലി ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നമ്മളൊരു ഓൾ ഔട്ട് അറ്റാക്കിനൊന്നും പോകണ്ടല്ല, നമ്മുടെ സോഫ്റ്റ് പവർ അവിടെ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പം ടർക്കിയിലെ ഈ കണക്കുകൾ പുറത്തു വന്നതനുസരിച്ച് അസർബൈജാനിലൊക്കെ ഏകദേശം 4500-5000 ആളുകൾ ഒരു 10 വർഷം മുന്നേ ഇന്ത്യയിൽ നിന്ന് പൊക്കോണ്ടിരുന്നത്. ഇന്നത് 2.5 ലക്ഷമായി, അതായത് 50 ഇരട്ടിയായി. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് അത് അവരുടെ ടൂറിസത്തിന് വലിയൊരു ബൂസ്റ്റാണ്. ഏകദേശം 10% ജോലികളും ടൂറിസ്റ്റ് സെക്ടറിലാണ്. അപ്പൊ ഇന്ത്യ ഒരു 100 പേര് ലെറ്റ്സ് ടർക്കിയിൽ നാളെ ഒരു 100 പേര് പോകാതിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ 1000 പേര് പോകാതിരിക്കുന്നുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം ഒരു 13 കോടിയാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഏകദേശം 3.5 ലക്ഷം ആളുകളാണ്. 1 ലക്ഷം ആളുകൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന വലിയൊരു അടിയാണ്. ടൂറിസ്റ്റ് സെക്ടറിന് ഉണ്ടാകുന്ന ഒരു അടിയാണ്. ടൂറിസം സെക്ടറാണ് GDP-യുടെ 12% അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ചെറിയ രീതിയിൽ കൊടുക്കാം. പിന്നെ UN-ലാണെങ്കിൽ പോലും ഇപ്പൊ ടർക്കിയിലും അസർബൈജാനിലും ഇന്റേണലി ഒത്തിരി ഇഷ്യൂസ് നടക്കുന്ന മേഖലകളാണ്. അപ്പൊ UN-ലൊക്കെ നമുക്ക് അവസരം കിട്ടും. ചെറിയ രീതിയിലൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണി കൊടുക്കാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടും. UN ഏതെങ്കിലും റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു ടർക്കിഷ് ആൾ വരുവാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ വോട്ട് ചെയ്യാം. ടർക്കിയുടെ ഇഷ്യൂസ് റെസൊല്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം.
ഡിപ്ലോമാറ്റിക്കലി മീഡിയ വഴി നമുക്ക് അവരെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നെഗറ്റീവായിട്ടല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വിടാം. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുള്ള ഒരു പൊസിഷനിലാണ് ഇന്ത്യ. പിന്നെ നമ്മൾ ഒരു രീതിയിൽ ഇപ്പൊ ട്രംപ് അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ പറയാം, ലോകം കാണുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാനെ ഒരുപക്ഷെ ട്രംപും അല്ലെ അമേരിക്കയും വെച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ത്യ 4ാമത്തെ വലിയ എക്കോണമി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് 2 റീസണാണ്. ഒന്ന്, പാകിസ്ഥാൻ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തത്. അതായത് പണ്ട് നമുക്കറിയാം ഈ 9/11 അറ്റാക്സ് നടന്നതിന് ശേഷം അൽഖായിദയൊക്കെ പിടിച്ചു കൊടുക്കാൻ അവരുടെ തന്നെ മിലിറ്ററി ഇന്റലിജൻസ് ആയിട്ടുള്ള ISI സഹായിച്ചു. ഈയിടെ താലിബാനിലെ പ്രശ്നങ്ങളിൽ താലിബാനുള്ള പീസ് ടോക്സിനും താലിബാനിലെ മിലിറ്റൻസിനെ കണ്ടുപിടിക്കാനും ഒക്കെ ISI സഹായിച്ചു. പക്ഷെ അതേ ISI തന്നെയാണ് ഇന്ത്യക്കെതിരെ പണി തരാനായിട്ട് ലഷ്കർ ഇ തയ്യബയും ജയ്ഷെ മുഹമ്മദിനെയും ഹിസ്ബുൾ മുജാഹിദിനെയൊക്കെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് പാകിസ്ഥാന്റെ ISI കൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ട് അവർ വെറുപ്പിക്കുന്നില്ല. അത് തന്നെയാണ് ഇന്ത്യ ഒരു ബാലൻസിങ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ ഈ ലോകത്തെ 2ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ചൈനയുടെയും 4ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയുടെ നടുക്കിരിക്കുന്ന ഒരു സ്ഥലമാണ്. നാളെ ഒരു 20 വർഷം കഴിഞ്ഞ് 2047 നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സൂപ്പർ പവർ ആയിട്ട് നമ്മൾ മാറിയാൽ അവിടെയും നമ്മളെ ന്യൂട്രലൈസ് ചെയ്യാൻ പാകിസ്ഥാനെ ഉപയോഗിക്കണം അമേരിക്കയ്ക്ക്. അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് കൈവിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ വ്യക്തമാണ്. നമുക്ക് അവരുടെ ടെറർ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു, ടെററിസ്റ്റുകളെ വധിക്കാൻ സാധിച്ചു, ഒറ്റ മനുഷ്യനെ പോലും കൊല്ലാതിരിക്കാൻ നമുക്ക് സാധിച്ചു. അത് മാത്രമല്ല ഈ ഈ ഓപ്പറേഷൻ കെല്ലറിന്റെ രൂപത്തിൽ നമ്മൾ ആ മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മാത്രമല്ല നമ്മുടെ ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ നോക്കി ഉയരുമല്ലേ. HAL-ഉം ഭാരത് ഇലക്ട്രോണിക്സും ഭാരത് ഡൈനാമിക്സും ഭാരത് ഫോർജും പരാസ് ഡിഫൻസും എല്ലാത്തിന്റെയും സ്റ്റോക്കുകൾ 7% മുതൽ 20% വരെ ഉയർന്നു ഈ കഴിഞ്ഞ 5 ദിവസത്തിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിജീനിയസ്ലി ഇന്റേണലി ഡെവലപ്പ് ചെയ്ത മിസൈൽസും ഡ്രോണുകളും റേഡാറുകളും ഒക്കെ, നമുക്ക് ശ്രുതി എന്ന് പറഞ്ഞ റേഡാർ ഉണ്ട്, ബ്രഹ്മോസ് മിസൈൽ ഉണ്ട്, ആകാശിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അതേപോലെ പിനാക്ക എന്ന് പറയുന്ന മൾട്ടി റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു, ഇതാണ് നമ്മുടെ ശക്തി. അപ്പൊ നമുക്ക് 2 രീതി ഗുണമുണ്ട്. സ്റ്റോക്കുകൾ ഉയരുന്നതിന്റെ റീസൺ നാളെ നമുക്ക് ഇതിന് ആവശ്യക്കാർ വരും. കാരണം ഇന്ത്യയുടെ താരതമ്യേന ചീപ്പാണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ പല പല രാജ്യങ്ങളും നമുക്ക് ഡിഫൻസ് എക്സ്പോർട്സ് കൂടും. അപ്പം എങ്ങനെ നോക്കിയാലും ട്രംപ് ഏത് രീതിയിൽ ഈ ആർഗ്യുമെന്റ് വളച്ചൊടിച്ചാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ട്രാറ്റജിക് വിജയമായിരുന്നു, മിലിറ്ററിലി ഒരു വിജയമായിരുന്നു, ഡിപ്ലോമാറ്റിക്കലി ഒരു വിജയമായിരുന്നു. മാത്രമല്ല ഇന്ത്യ വ്യക്തമായിട്ടൊരു ബാലൻസിങ് ആക്ട് അമേരിക്കയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അത് യാതൊരു പരാജയമോ ട്രംപ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു സെറ്റ് ബാക്കോ ഒന്നുമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. ശരി, നന്ദി ശ്രീ നിർമ്മല എബ്രഹാം, ശ്രീ MS വേണുഗോപാൽ, ശ്രീ കേണൽ ഡെന്നി, ഒപ്പം ശ്രീ ബൈജു തിട്ടാല ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും സമാധാനമാണ് അതിർത്തിയിൽ, പക്ഷേ അവകാശവാദങ്ങൾ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ സൈന്യവും ജാഗ്രതയിലാണ്. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.